ഹായ്, ഫുട്ബോളിൽ ഒരു പ്രൊഫഷണൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും ഒരു നോർമൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും തമ്മിലുള്ള വ്യത്യാസം എന്നതാണ്. അതായത് ഫുട്ബോളിലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്. ഒരു പ്രൊഫഷണൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണെങ്കിൽ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല പെൻട്രേറ്റീവ് പാസ് ഇടും. ഏറ്റവും ഒരു പ്രൊഫഷണൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഡിഫൻസിൻ്റെ ബ്ലൈൻഡ് സൈറ്റ് ഉപയോഗിച്ച് ഓടിക്കയറും, പെൻട്രേറ്റീവ് റൺ നടത്തും. ഇത് ഡിഫൻസിന് കാണാൻ പറ്റില്ല, പ്ലെയർ ഏരിയകളൊക്കെ ഒന്നും കാണാൻ പറ്റില്ല. സിമ്പിൾ എക്സാമ്പിളാണ് മെസ്സി എന്ന് പറഞ്ഞ 10ാം നമ്പറിൽ കളിക്കുന്ന മെസ്സി ഈ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു പ്ലെയറാണ്. ഇപ്പോൾ നമ്മളൊരു നോർമൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഒരു കോളേജ് ലെവലൊക്കെ എടുത്താൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കോച്ചില്ലാത്ത ടീമാണെങ്കിൽ ആ ടീമിലുള്ള ഏറ്റവും മേധാവിത്വമുള്ള ആൾ ഞാൻ നമ്പർ 10 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മെസ്സിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇറങ്ങും. പക്ഷേ ഈ ഡ്യൂട്ടീസ് പലപ്പോഴും ഈ പ്ലെയർ ചെയ്യാറില്ല. മറിച്ച് ഒരു പ്രൊഫഷണൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണെങ്കിൽ അയാൾ ആക്സിലറേഷനും ഡീസിലറേഷനും ബോളിൽ വിത്ത് ദ ബോളും ഓഫ് ദ ബോളും നന്നായിട്ട് ചെയ്യും. വിത്ത് മിനിമം ടച്ചിൽ ക്വാളിറ്റി പാസ് ഇടും, നല്ല ഡ്രിബിളറായിരിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ ആക്കി മാറ്റുന്നത്. മറിച്ച് ഒരു നോർമൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണെങ്കിൽ അയാൾ ഇറങ്ങി കളിക്കും, ഒരു അറ്റാക്ക് പോവും, അത് നോർമൽ അറ്റാക്കാക്കി മാറ്റും, എന്തൊക്കെയോ ചെയ്ത് തിരിച്ചു വരും. പക്ഷേ പ്രൊഫഷണൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ഈ ഒരു ക്വാളിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡിഫൻസിൻ്റെ ബ്ലൈൻഡ് സൈറ്റ് ഉപയോഗിച്ച് കളിക്കുന്ന പ്ലെയറാണ് ഏറ്റവും നല്ല അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി മാറുക. ഫുട്ബോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണാം. ബൈ.